കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 29 ശ്ലോകം നമ്മൾ 6 ചെയ്തു. എന്താണ് നമ്മൾ എന്ത് പറഞ്ഞ് നിർത്തിയത് വെച്ചാൽ ഉദ്ധവരുടെ ആ വാക്ക് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞ വെച്ചാൽ പിന്നെ ബാക്കി അങ്ങയിൽ അല്ലാതെ വേറെ ആരും എന്ത് ശരണാഗതി അടയണതിന് അർത്ഥമില്ല. കാരണം സച്ചിദാനന്ദ സ്വരൂപം തന്നെ പിന്നെ രൂപം പൂണ്ട, സച്ചിദാനന്ദം തന്നെ രൂപം പൂണ്ട അങ്ങേ മറക്കാൻ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് സച്ചിദാനന്ദത്തിൽ വർത്തിക്കുന്ന ഒരു സാധകൻ എല്ലാം കൈവിട്ട് അങ്ങയെ തന്നെ ശരണം പ്രാപിക്കും. അങ്ങാണെങ്കിലോ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ പുറത്തും അകത്തെ പരമാത്മ ചൈതന്യമായിട്ടും പ്രകാശിക്കുന്നു. അതായത് സർവ്വജീവജാലങ്ങളുടെയും അകത്തും പുറത്തും എല്ലാ വിഷമങ്ങളും മാറ്റി കാരുണ്യം കാണിക്കുന്ന ഒരു ആളാണ് അങ്ങ്. അപ്പോൾ അങ്ങ് ഓരോ ജീവജാലങ്ങൾക്കും ചെയ്യുന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് മുഴുവൻ ഉണ്ടെങ്കിലും ഒരാൾക്കും പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെ ഇനി ശ്രീശുക ഉവാചയാണ് നമ്മൾ കേട്ടോ 7ാമത്തെ ശ്ലോകം. അപ്പം നോക്കാം. ശ്രീശുക ഉവാച ഇത്യുദ്ധവേനാത്യനുരക്തചേതസാ പൃഷ്ടോ ജഗത് ക്രീഡനകസ്വശക്തിഭിഃ ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദസ പ്രേമമനോഹരസ്മിതഃ. ഇത് ഇപ്രകാരം അത്യനുരക്ത ചേതസ അതിയായ തീവ്രമായ ഭക്തിയോടുകൂടിയ മനസ്സോടുകൂടിയ ഉദ്ധവരാൽ പൃഷ്ട ചോദിക്കപ്പെട്ടവരും ജഗത് ക്രീഡനക ഈ ജഗത്തിനെ ഒരു കളിക്കോപ്പായിട്ട് കരുതുന്നവനും സ്വശക്തിഹിപി തൻ്റെ ശക്തികളായ സത്വരജസ്തമോ ഗുണങ്ങളാൽ ഗൃഹീതമൂർത്തിത്രയ രൂപത്രയങ്ങൾ ധരിച്ചവനും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി നിൽക്കുന്നവനും ഭഗവാനെ ഈശ്വരേശ്വര അങ്ങനത്തെ ഈശ്വരൻ സപ്രേമ മനോഹരസ്മിത വളരെ സ്നേഹത്തോടും പുഞ്ചിരിച്ച മുഖത്തോടും കൂടിയവനായി ജഗാദ ഉത്തരം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു എന്നാണ്. ഇനി അത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. ഇങ്ങനെ തീവ്ര ഭക്തിയോട് കൂടിയിട്ടുള്ള ഉദ്ധവരുടെ ചോദ്യം ഭഗവാൻ സ്നേഹത്തോടും ഭക്തവാത്സല്യത്തോടും കേട്ടു. എന്നിട്ട് ഈ ത്രിമൂർത്തികളുടെ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം ധരിച്ച ഈ പ്രപഞ്ചലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ വളരെ ഭക്തവാത്സല്യത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉവാചയാണ് കേട്ടോ. ഇത്യുദ്ധവേനാത്യനുരക്തചേതസ ശ്രീശുകവാച ഇത്യുദ്ധവേനാത്യനുരക്തചേതസാ പൃഷ്ടോ ജഗത് ക്രീഡനകസ്വശക്തിഭിഃ ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദസ പ്രേമ മനോഹരസ്മിതഃ. ഇനി ശ്രീ ഭഗവാൻ ഉവാച, അതാണ് 8. ശ്രീ ഭഗവാൻ ഉവാച ഹന്തമേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാ ചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. ഇതുവരെ പറഞ്ഞ തന്നെയാണ് കേട്ടോ പറയണത്, പക്ഷേ ഒന്നും കൂടി പറയാൻ പറഞ്ഞുകൊണ്ട് പറയാണ്. ഹന്ത ആശ്ചര്യം, സുമംഗലാൽ വളരെ മംഗളങ്ങളായ മമ ധർമാൻ എൻ്റെ ധർമ്മങ്ങളെ തേ കഥയിഷ്യാമി ഞാൻ നിനക്ക് ഒന്നുകൂടി ഉപദേശിക്കാം. യാൻ ഏവയെ ശ്രദ്ധയ വളരെ ശ്രദ്ധയോടെ ചരൻ മർത്യ അനുഷ്ഠിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഏതൊരു മനുഷ്യൻ ഞാൻ ഈ പറയുന്നതിനെ അനുഷ്ഠിക്കുന്നുവോ ദുർജയം മൃത്യു ദുർജയമായ, അതായത് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മൃത്യുവിനെ അല്ലെങ്കിൽ സംസാരത്തിനെ തന്നെ പറയാം ജയിക്കുന്നു. എന്താ ഭഗവാൻ പറഞ്ഞത് ഉദ്ധവനോട്? ഉദ്ധവരെ വളരെ മംഗളം നൽകുന്ന എൻ്റെ ഇതിനെ പറ്റിയിട്ട് ഉള്ള ഉത്തരം ഉണ്ടല്ലോ, വളരെ മംഗളം നൽകുന്ന തരത്തിലുള്ള അത് ഇപ്പം അങ്ങ് പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ
പറഞ്ഞുതരാം. അത് ശ്രദ്ധയോടെ ആരാണ് അനുഷ്ഠിക്കുന്നത്, അയാൾക്ക് വളരെ ജയിക്കാൻ വിഷമമായ മരണത്തെ, അല്ലെങ്കിൽ വളരെ കടക്കാൻ പ്രയാസമായ ഈ സംസാരസാഗരത്തെ ആർക്കും തന്നെ, ഞാൻ ഈ പറയാൻ പോണത് ആരാണ് അനുഷ്ഠിക്കണത്, ആ ആൾക്ക് മരണത്തെയും സംസാരസാഗരത്തിനെയും ജയിക്കാൻ കഴിയും എന്നാണ് പറയണത്. ഇനി ഭഗവാൻ പറയണത് ആരാണ് അനുഷ്ഠിക്കുന്നത് അയാൾക്ക് മരണത്തിനെ ജയിക്കാം. മീൻസ് എന്താ? അമൃതത്വം ലഭിക്കാം. മൃത്യുവിന് പകരം മൃത്യോർമ്മ അമൃതം ഗമയാന്നല്ലേ, മൃത്യുവിൽ നിന്ന് തന്നെ അമൃതത്തിലേക്ക് നയിക്കണേ. മീൻസ് നിത്യാനന്ദം. ആ മൃത്യുവിനെ ജയിച്ച അമൃതത്തെ പ്രാപിക്കാം തന്നെയാണ് ഭഗവാൻ പറയണത്. ഭഗവാൻ ഈ പറയാൻ പോണത് ചെയ്ത് അനുഷ്ഠിക്കണ ആള് എന്ന്. ഹന്തതേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ താൻ യാൻ ശ്രദ്ധയാ ചരന്മർത്യോ മൃത്യും ജയതി ദുർജയം. ഇനി ആക്ച്വലി 13 ശ്ലോകം കൊണ്ടാണ് ഭഗവാൻ എങ്ങനെ ഭഗവാനെ ഭജിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഭാഗവതോത്തമനായി ജീവിക്കാം എന്ന് ഇനി അടുത്ത 13 ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ കുര്യാൽ സർവാണി കർമാണി മദർത്ഥം ശനകൈഃ സ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമാത്മമനോരഥി. ഇതൊക്കെ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പറയണം ഭഗവാൻ, അല്ലെങ്കിൽ എത്ര ചുരുക്കിയിട്ട്. മയ്യർപ്പിത മനശ്ചിത്ത, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ചിത്തം എന്നിവയോട് കൂടിയവനും മത് ധർമാത്മ മനോരഥി, എൻ്റെ ധർമ്മങ്ങളിൽ തന്നെ മനസ്സ് വെച്ചവനായും സർവാണി കർമാണി, സകല കർമ്മങ്ങളെയും മദർത്ഥം സ്മരൻ, എനിക്കായിക്കൊണ്ട്, എന്നെ ആരാധനയായിക്കൊണ്ട്, എനിക്കുള്ള ആരാധനയായിക്കൊണ്ട് ശനകൈഹി, പതുക്കെ ഒട്ടും ബന്ധപ്പെടാതെ കുര്യാത് ചെയ്യേണ്ടതാണ്. എന്താണ് ആദ്യം ഭഗവാൻ എന്താ പറയണേ? ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് കേട്ടതാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ് ഭഗവാൻ പറയണ വെച്ചാൽ, സാവകാശം, അതായത് ശനൈഹി പറഞ്ഞു, ഒരു ബന്ധപ്പാടില്ലാതെ എന്നെ തന്നെ എനിക്കിപ്പോൾ തന്നെ ഇത് കിട്ടണം, അങ്ങനെ അതല്ല, വളരെ ശാന്തമായിട്ടും സാവകാശത്തിലും എന്നെ തന്നെ സദാ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എനിക്കുള്ളൊരാരാധനയായിട്ട് ചെയ്യൂ. മാത്രമല്ല മനസ്സും ബുദ്ധിയും ചിത്തവും ഒക്കെ എന്നിൽ തന്നെ അർപ്പിക്കൂ. മനസ്സ് ചിത്തവും ബുദ്ധിയും എന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്താണ്, വളരെ ശാന്തമായി സാവകാശം എന്നെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും, ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്കുള്ളൊരാരാധനയായി ചെയ്യൂ എന്നാണ് ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. എല്ലാ കർമ്മങ്ങളും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് എനിക്കുള്ളൊരു പൂജയായിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യും. തന്നെയാണല്ലോ മുമ്പേ പറഞ്ഞതല്ലേ. അതാണ് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന് എല്ലാം ചെയ്യുന്നതൊക്കെ ഭഗവാനുള്ളൊരു ആരാധനയായിട്ട് ചെയ്യൂ. അതായത് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഭഗവാനെ കണ്ട് ചെയ്യുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ ദിക്കിലും അകത്തും പുറത്തും ഭഗവാൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്തും ഭഗവാനായിട്ട് ചെയ്യണം. അതാണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞത്. കുര്യാ സർവാണി കർമാണി മദർത്ഥം ശനകൈഃ സ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമാത്മമനോരഥി. ഭാഗവത ധർമ്മങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചിട്ട്, അതായത് ഞാൻ അത് തന്നെ ശ്രദ്ധിച്ച് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പണം ചെയ്യൂ, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്. അല്ലേ, യുദ്ധം ചെയ്യുമ്പോഴും കൂടി അനുസ്മര യുദ്ധം എന്നല്ലേ പറഞ്ഞ, എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞ ഭഗവാൻ അല്ലേ അർജുനോട്. ഇനി 10 ദേശാൻ പുണ്യാനാശ്രയേത മദ്ഭക്തൈഃ സാധുഭിः ശ്രിതാൻ ദേവാസുരമനുഷ്യേഷു മദ്ഭക്താചരിതാനി ച. 10 സാധുഭി, അതായത് സദാചാര സാധുക്കൾ, സജ്ജനങ്ങളെന്ന് പറയുക. മൽഭക്തൈഹി, സജ്ജനങ്ങളായ എൻ്റെ ഭക്തന്മാരാൽ ശ്രിതാൻ, സേവിക്കപ്പെട്ട പുണ്യൻ ദേശാൻ,
അതായത് പുണ്യ തീർത്ഥങ്ങളൊക്കെ, അതായത് ഇപ്പോൾ വലിയ വലിയ വൃന്ദാവനം, ദ്വാരക നമ്മൾ പോവാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ബദരി അങ്ങനത്തെ അതുപോലെ ദേവാസുര മനുഷ്യേഷു, ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ ഇവരിൽ മൽഭക്തചരിതാനി, എൻ്റെ ഭക്തന്മാരുടെ മൽഭക്തചരിതാനി, എൻ്റെ ഭക്തന്മാരായ ഇപ്പം നമ്മൾ പ്രഹ്ലാദൻ്റെ, ധ്രുവൻ്റെ, മഹാബലിയുടെ, അല്ലേ, ഗജേന്ദ്രൻ്റെ ഒക്കെ നമ്മൾ, പിന്നെ നാരദൻ്റെ, ഇങ്ങനത്തെ അവരെ പറ്റിയിട്ടുള്ള കഥകളും അവരുടെ പ്രവൃത്തികളും ഒക്കെ ആശ്രയേത സേവിക്കണം. പിന്നെന്താ ഭഗവാൻ പറയണത്? അതായത് എപ്പോഴും എല്ലാ കർമ്മങ്ങളും എനിക്കായി സമർപ്പണം ചെയ്ത് ചെയ്യണം, എന്നെ സ്മരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? എൻ്റെ പൂജയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാത്രമാണ് ധർമ്മം. അതായത് അങ്ങനെ എൻ്റെ ഭക്തന്മാർ അങ്ങനെ ഉള്ളിൽ ശരിക്കും അവനവനിൽ തന്നെ സുഖം കാണണം. കാരണം ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ, എന്നെ തന്നെ രമിച്ചുകൊണ്ട് എങ്ങനെ ഭക്തന്മാരായ അല്ലെങ്കിൽ സജ്ജനങ്ങൾ താമസിക്കുകയും സജ്ജനങ്ങൾ ധാരാളം വസിക്കുന്ന സ്ഥലങ്ങളിൽ പോകണം. അതായത് വലിയ വലിയ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോകണം. ദ്വാരക, വൃന്ദാവനം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, ബദരി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുക. എന്നിട്ട് എൻ്റെ ഭക്തന്മാരായ ജ്ഞാനികളൊക്കെ താമസിക്കുന്ന സ്ഥലത്തും പുണ്യതീർത്ഥങ്ങളിലും പോവുക. പിന്നെ ദേവന്മാരിലാണെങ്കിലും അസുരന്മാരിലാണെങ്കിലും മനുഷ്യന്മാരിലാണെങ്കിലും എൻ്റെ ഭക്തന്മാരുടെ കഥകൾ ഒക്കെ കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അവരൊക്കെ ചെയ്ത പോലെ ചെയ്യുക. അതായത് നല്ല വലിയ ഭക്തന്മാരെ, പ്രഹ്ലാദനെ പോലുള്ള ഭക്തന്മാരെ എല്ലാം ഭഗവാനായിട്ട് കണ്ടു, ഇല്ലേ? 5 വയസ്സായിട്ടുള്ള ധ്രുവൻ്റെ ഒരു ഭക്തി നോക്കൂ, അല്ലേ? അതേപോലെ തന്നെ മഹാബലി ആത്മനിവേദനം തന്നെ ചെയ്തുല്ലോ. അങ്ങനെയുള്ള അപ്പോൾ അസുരനാണ് പറയുമ്പോൾ, അല്ലേ? അപ്പോൾ ഈ ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യന്മാരിലും ഒക്കെ എൻ്റെ ഭക്തന്മാർ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെയ്തികളെയും അവരുടെ പ്രവൃത്തികളെയൊക്കെ കഥകളിൽ കൂടി മനസ്സിലാക്കി അവർ ചെയ്യണത് പോലെയൊക്കെ ഭാഗവത ധർമ്മങ്ങൾ ആചരിക്കുക. അതാണ് ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്, അല്ലേ? ഈ 10ാമത്തേൽ അതാണ് പറഞ്ഞത്. അതായത് പുണ്യ തീർത്ഥങ്ങൾ, പുണ്യദേശങ്ങളൊക്കെ പോവുക, അവിടെ സജ്ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വലിയ വലിയ ഭക്തന്മാർ എന്തൊക്കെയാണ് ആചരിച്ചത് പുണ്യകർമ്മങ്ങൾ, അതുപോലെയൊക്കെ ആചരിക്കാൻ ശ്രമിക്കുക. അതായത് അവർ ചെയ്യുന്ന പോലെ എന്നെ ഭക്തിയോടുകൂടി സേവിക്കാൻ അവരൊരു മാതൃകയായിട്ടെടുത്തിട്ട് അവരെ പോലെ വലിയ വലിയ ഭക്തന്മാരുടെ കഥകളൊക്കെ വായിച്ച് അതുപോലെ എന്നെ സേവിക്കാൻ ശ്രമിക്കുക. ദേശാൻ പുണ്യാനാശ്രയേതാ മദ്ഭക്തൈ സാധുഭിശ്രിതാൻ ദേവാസുരമനുഷ്യേഷു മദ്ഭക്താചരിതാനി ച. ഇവരുടെ ചരിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ഭക്തിയാണ്, അതുപോലെ വേണമെന്നൊക്കെ തോന്നൂലോ. 11 പൃഥക് സത്രേണ വാ മഹ്യം പർവയാത്രാ മഹോത്സവാൻ കാരയേത് ഗീത നൃത്യാദ്യൈർ മഹാരാജവിഭൂതിഭിഹി. അതൊക്കെ ആവാം എന്ന് പറയണം. ഇനി എന്താ പറയുന്നത്? അതായത് പൃഥക്, അവനവൻ തന്നെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സത്രേണ വഹ, അന്യന്മാരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഭാഗവത സത്രമൊക്കെ ചെയ്യുമല്ലോ. ഗീതനൃത്യാദ്യ, ഗീതം, നൃത്തം മുതലായ വാദ്യം, അതൊക്കെ മഹാരാജ വിഭൂതിഭിഹി, മഹാരാജോപചാരത്തോടെ, അതായത് ഒരു രാജാവിനെ ആദരിക്കുന്ന പോലെ പർവയാത്രാ മഹോത്സവാൻ, ഉത്സവം, പിന്നെ ഘോഷയാത്ര, മഹ്യം എനിക്കായിക്കൊണ്ട് കാരേത് ചെയ്യിക്കാം. അതുകൊണ്ട് വിരോധമില്ല. അതും അങ്ങനെയൊക്കെ ചെയ്യാം. പലതരത്തിലാണല്ലോ ഭഗവാനെ സേവിക്കുക. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ ഒന്നെങ്കിൽ അവനവൻ തന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അതിന് സഹായമായിട്ട് നിന്ന് അതിൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കായിട്ട് വിശേഷ അവസരങ്ങളിലൊക്കെ ഉത്സവങ്ങൾ, പിന്നെ ഇങ്ങനെ ഗുരുവായൂരൊക്കെ ഉണ്ടല്ലോ, പിന്നെ എഴുന്നള്ളിക്കുക, ഉത്സവങ്ങൾ നടത്തുക, പിന്നെ പാട്ട്, നൃത്തം, ഇതൊക്കെ. പിന്നെ ഈ ഒരു രാജാവിനെ ആദരിക്കണ പോലെ പിന്നെ എന്താണ് ഒരു ഘോഷയാത്രയായിട്ട് എന്നെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യാം. അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും സൗകര്യമുള്ളവർക്കും അങ്ങനെയൊക്കെ എന്നെ ആരാധിക്കാം. അതൊക്കെ ചെയ്തിട്ടും എന്നെ ആരാധിക്കാം. അതൊന്നും അരുതാ പറയുന്നില്ല ഭഗവാൻ. എനിക്ക് വേണ്ടി പ്രത്യേക പൂജകളോ ഉത്സവങ്ങളോ നൃത്തവാദ്യങ്ങളോ ഘോഷങ്ങളോ അതൊക്കെ സംഘടിപ്പിക്കുന്നതിനൊന്നും വിരോധമില്ല. അതൊക്കെ വളരെ നല്ല തന്നെയാണ്. അതൊക്കെ
ഭഗവത് അർച്ചനയായിട്ട് കണ്ടുകൊണ്ട് ചെയ്താൽ വളരെ നല്ലത് തന്നെയാണെന്ന് പറയണം. പൃഥക് സത്രേണ വാമഹ്യം പർവയാത്ര മഹോത്സവാൻ കാരയേത് ഗീത നൃത്യാദേർ മഹാരാജ വിഭൂതി. പക്ഷെ എപ്പോഴും മനസ്സിൽ അതാണ് നമ്മുടെ മനോഭാവമാണ് അതിൽ പ്രധാനം. ഭക്തിയോടുകൂടി ചെയ്യണം. എന്ത് ചെയ്യുകയാണെങ്കിലും ഭഗവാനുള്ള ഒരു ആരാധനയായിട്ട് ചെയ്യണം. അതാണ് പറഞ്ഞത്. ഇനി 12 അകത്തുള്ള ഭക്തി. ഇത് പുറത്ത് നമ്മൾ കുറച്ചൊക്കെ ബാക്കിയുള്ളവരെ കൂടെ അങ്ങനെയൊക്കെ ചെയ്യൂല. അതാണ്. ഇനി അകത്തെങ്ങനെയാണ്? മാമേവ സർവഭൂതേഷു ബഹിരാം 3 അത് നമുക്ക് 2 ശ്ലോകം ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അല്ല, ഇത് തന്നെ ചെയ്യാം. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം ഈക്ഷേതാത്മനി ചാത്മാനം യഥാ ഖമമലാശയ. അമലാശയ മീൻസ് നിർമ്മലമായ മനസ്സോടുകൂടി. അമലം എന്താ? മലമില്ലാത്തത് വെച്ചാൽ അശുദ്ധി ഇല്ലാത്തതെന്നർത്ഥം. അമലാശയ നിർമ്മലമായ മനസ്സോടുകൂടി ഖം യഥ ആകാശം പോലെ ബഹി അന്ത പുറത്തും അകത്തും പരിപൂർണമായിരിക്കുന്ന ആളാണ് ഭഗവാൻ അല്ലേ. അപാവൃതം ഒരാവരണമില്ലാത്തവനും, അതായത് ഒരു അപാവൃതം ചെന്ത ആവരണമില്ലാത്തവനും ആത്മാനം ഈശ്വരനുമായ മാം ഏവ എന്നെ തന്നെ സർവഭൂതേഷു സകല പ്രാണികളിലും ആത്മനീച്ച അവനവനിലും ഈക്ഷേത കാണണം. പിന്നെ എന്താ ഇപ്പം ഇതിൽ പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. ആക്ച്വലി എന്താ അറിയോ? സർവഭൂതേഷു എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിലും ബഹി അന്ത പുറത്തും അകത്തും അപാവൃതം ഒരു മറവില്ലാതെ ഒരാവരണമില്ലാതെ ആത്മനീച്ച ആത്മാവിലും ആത്മാവായി വിളങ്ങുന്നു അല്ലേ. ഏവ അങ്ങനെയുള്ള ഈ അഖണ്ഡബോധരൂപമായ എന്നെ ഈക്ഷേത കാണണം. ഏതുപോലെ? എപ്രകാരമാണ്? എന്ത്? ആകാശം അമലാശയാഖം ഒരു ശുദ്ധഹൃദയന് ആകാശത്തെ കാണാൻ കഴിയുന്ന പോലെ. എന്താ പറഞ്ഞാൽ എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിലും പുറത്തും അകത്തും ഒരു ആവരണമില്ലാതെ ആത്മാവിലും ആത്മാവായിട്ട് വിളങ്ങുന്ന അഖണ്ഡബോധരൂപമായ എന്നെ തന്നെ എല്ലാറ്റിലും കാണണം. എല്ലാറ്റിലും എൻ്റെ സാന്നിധ്യം കാണണം. എങ്ങനെയാണ് ഒരു ആൾക്ക് ആകാശം നോക്കൂ, എല്ലാ ദിക്കിലും ഉണ്ടല്ലോ അല്ലേ. ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ? അതായത് ഒരു നല്ല നിർമ്മലമായ മനസ്സുള്ള ഒരാളെ എങ്ങനെയാണ് ആകാശത്തിനെ എല്ലാ ദിക്കിലും അകത്തും പുറത്തും നിറഞ്ഞതായിട്ട് കാണുന്നത്? അതുപോലെ ഒരു സാധകൻ അഖണ്ഡബോധരൂപനായ എന്നെ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ആവരണമില്ലാതെ കാണണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ സർവവ്യാപിയാണെന്ന് നമ്മൾ കാണണം എന്നർത്ഥം. ഓൾ പെർവേഡിങ് അല്ലേ. അതായത് ഈ നമ്മൾ പറയണ ഞാൻ എക്സിസ്റ്റ് ചെയ്യേണ്ട പറയൂലോ, ഐ എക്സിസ്റ്റ് എന്നില്ല. അതിലും ആ നമ്മളെ പറയുന്ന ആ ജീവാത്മാവിനെയും ചൈതന്യം ഒത്താക്കുന്നതാണ് അതേ. അപ്പം നമ്മൾ ഈ ജഡശരീരമല്ല, എൻ്റെ ആത്മാവായിട്ട് വിളങ്ങുന്നതും ഈ ചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതായത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ആകാശം മാത്രമേ ഉള്ളൂ. ശരിക്കും ആകാശം എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും ഉണ്ട്. എല്ലാറ്റിൻ്റെയും ആകാശം അകത്തും പുറത്തുണ്ട്. ഒരു 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 എന്താ പറയുക, ഒരു പോയിൻ്റ് പോലെ ഇല്ലെങ്കിലും ആകാശം ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ഒരു സാധനം എടുത്തു തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലും ഉണ്ട് ഇല്ലേ. ആകാശമില്ലാത്തൊരു സ്ഥലം ഇല്ല. അതുപോലെ ഭഗവാനില്ലാത്ത ഒരു ജീവജാലങ്ങളുടെ അകത്തും പുറത്തും എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് നമ്മൾ പറയണതേ. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബോധാകാശം എന്ന് പറയണത്. അതായത് ആകാശത്ത് ശരിക്ക് ആകാശം എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിൽ തുറന്ന് നോക്കിയാലും അവിടെ സ്പേസ് ഉണ്ട്. സ്പേസ് ഇല്ലാത്തൊരു സ്ഥലമില്ല അല്ലേ. അതിപ്പോൾ ഒരു സ്പേസ് ഇല്ല എന്ന് വിചാരിക്കണതിൻ്റെ ഉള്ളിലും തുറന്നു നോക്കുമ്പോൾ സ്പേസ് ഉണ്ട്. അതാണ് പറഞ്ഞത്. ആകാശത്തിൽ ഒന്നും എന്തിൻ്റെ ഉള്ളിലും പുറത്തും ആകാശമുണ്ട്. അതുകൊണ്ടാണ് ഈ ആകാശത്തിന് ബോധാകാശം എന്ന് പറയണത്. അതായത് നമുക്ക് ഈ ജഗത്തെന്ന് പറയണത് വെറും ഒരു തോന്നലാണ്.
ഇപ്പം അതിന് ഉദാഹരണം എന്താ വെച്ചാൽ, നമുക്ക് ശരിക്ക് ഈ ലോകം ഉണ്ടെന്ന് എപ്പോഴാണ് തോന്നുക? നമ്മുടെ ഈ ബോധമുള്ളപ്പോഴേ ഉള്ളൂ, ഇല്ലേ? ബോധം കെട്ട് കിടക്കുന്ന ആൾക്ക് ഈ ജഗത്തുണ്ടോ? ഇല്ല. ബോധമുള്ളിടത്തേ ജഗത്തുള്ളൂ. ബോധമില്ലെങ്കിൽ ജഗത്തില്ല. പറഞ്ഞില്ലേ അന്വയം വ്യതിരേകം. ബോധം ഉള്ളിടത്തേ ജഗത്തുള്ളൂ, ബോധം ഇല്ലാത്തടത്ത് ജഗത്തില്ല. ആലോചിച്ച് നോക്കൂ, നമുക്ക് ബോധമുള്ള സമയത്തല്ലേ നമുക്ക് ഈ ലോകം അനുഭവപ്പെടുള്ളൂ. നമ്മളുടെ ബോധം പോയ സമയത്ത് നമുക്ക് ഈ ജഗത്തുണ്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ബോധം ആണ് നമ്മളെ ഈ ജഗത്തിനെ പ്രകാശിപ്പിക്കണതേ. അതായത് അനുഭവമില്ലാത്ത ദിക്കിൽ ജഗത്തില്ല. അത് ആ ബോധത്തിന് മാത്രമേ അനുഭവമുള്ളൂ. ആ ബോധമില്ല ചോട്ടെ, നമുക്ക് ഈ ജഗത്തുണ്ടെന്നുള്ള അനുഭവം തന്നെ ഇല്ല. അപ്പം ബോധമാണ് ശരിക്ക് എല്ലാറ്റിൻ്റെയും പിന്നിലുള്ളത്. അത് ആ ബോധത്തിലാണ് നമുക്ക് ഞാൻ എന്നുള്ള വിചാരമുള്ളത്. അപ്പം ആത്മാവിലാണ് നമ്മൾ ശരിക്കും ആത്മാവാണ്. ആ ബോധം അല്ലെങ്കിൽ ആത്മാവെന്നോ അല്ലെങ്കിൽ ആ ബോധമാണ് നമ്മൾ. ആ ബോധം തന്നെയാണ് നമ്മൾ. ആ ബോധം ഇല്ലെങ്കിൽ നമ്മൾ ഈ ജഗത്തുണ്ടെന്ന് അറിയില്ല. ബോധം കെട്ട് വീണു എന്ന് നമ്മൾ പറയൂലോ. ഈ ജഗത്തുണ്ടോ? ഇല്ല. ബോധം ഉണ്ടെങ്കിൽ ജഗത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ശരിക്കും ബോധമാണ്. അതാണ് അതിൽ പറയണത്. അതായത് അങ്ങനെയുള്ള ഈ നിലയിൽ ആകാശത്തിനെ പോലെയാണ് ഈ അഖണ്ഡബോധം എന്നറിയുന്ന ഒരാൾക്ക് അവനവൻ്റെ ഉള്ളിലും പുറത്തും ബാക്കി കാണുന്ന സകല സർവ ജീവജാലങ്ങളുടെ അകത്തും പുറത്തും ഒക്കെ ഈ ബോധരൂപനായ ഈശ്വരൻ ഒരു ആവരണമില്ലാതെ ഒരു മറവില്ലാതെ നിറഞ്ഞു നിൽക്കണമെന്ന് കാണാൻ കഴിയണം. അത് കാണാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജ്ഞാനി. എല്ലാ ദിക്കിലും ഭഗവാന്റെ സ്വരൂപം ഉണ്ടെന്ന് നമുക്ക് ശരിക്കും അനുഭവമായാൽ മതി, അത്രേ വേണ്ടൂ. അതിന് ഉദാഹരണം പറഞ്ഞൊക്കെയാണ് ആകാശം. മറ്റേ ഈ ഒരു എക്സാമ്പിൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താ അറിയോ? അതാണ് അത് ശരിക്കും. അത് നമ്മൾ ബോധമാണെന്ന് പറയാൻ എന്താ പറയുക? ബോധം ഉണ്ടെങ്കിൽ ജഗത്തുണ്ട്, ബോധം ഇല്ലെങ്കിൽ ജഗത്തില്ല. അപ്പോൾ ജഗത്തെന്ന് പറഞ്ഞ ഒരു സാധനം ബോധം ഉണ്ടെങ്കിൽ മാത്രമുള്ളതാ. അപ്പം ശരിക്കും ഞാൻ നമ്മൾ പറയണത് ആ ബോധം തന്നെയാണ്. ആ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ ആ ബോധമാണ് ഞാൻ, ആ ആത്മാവാണ് അല്ലെങ്കിൽ പരമാത്മ ചൈതന്യമാണ് ഞാൻ, ആ അഖണ്ഡ ബോധരൂപമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ ചോട്ടെ, പിന്നെ ഇവിടെ അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു 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 കോൺസെപ്റ്റാണ് ഭഗവാൻ ഇതിൽ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ശ്ലോകമാണെങ്കിലും, മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം, മറവില്ലാതെ ഞാൻ എല്ലാ ഭൂതങ്ങളുടെ അകത്തും പുറത്തും, ഈക്ഷേതാത്മനി ചാത്മാനം യഥാ ഖമമലാശയ, അതായത് ശുദ്ധഹൃദയന എല്ലാ ദിക്കിലും ആകാശമുണ്ടെന്ന് ബോധ്യമാവുന്ന പോലെ ഞാൻ ഈ അഖണ്ഡബോധരൂപമാണ്, ഈ സർവത്ര നിറഞ്ഞു നിൽക്കണ ഓൾ പെർവേഡിങ് ആണെന്ന്. ഇനി 13ഉം 14ഉം ഒന്നിച്ച് ചെയ്യാട്ടോ. ഇത് സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ സഭാജയന്മന്യമാനോ ജ്ഞാനം കേവലമാശ്രിതഃ ബ്രാഹ്മണേ പുൽക്കസേസ്തേന ബ്രഹ്മണ്യേർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതഃ. എന്താണപ്പോൾ ഈ നമുക്ക് 14ലും 15ലും പറയണമെന്ന് നോക്കാം നമുക്ക്. 13ലും 14ലും. മഹാദ്യുതേ, ഹേ മഹാബുദ്ധിമാനായിട്ടുള്ള ഉദ്ധവ, ഇത് ഇപ്രകാരം കേവലം ജ്ഞാനം ആശ്രിത, ജ്ഞാനദൃഷ്ടി സിദ്ധിച്ചവനായിക്കൊണ്ട് സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളെയും മീൻസ് സകല ജീവജാലങ്ങളെയും മൽഭാവേന ഞാനായിട്ടു തന്നെ മന്യമാന വിചാരിച്ചുകൊണ്ട് സഭാജയൻ പൂജിച്ചുകൊണ്ട് ബ്രാഹ്മണനിലും പുൽക്കസെ ചണ്ടാളനിലും, അതായത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതിലും ഏറ്റവും നികൃഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കണേലും ബ്രഹ്മണ്യെ ബ്രാഹ്മണ ഭക്തനിലും, സ്തേനെ ബ്രാഹ്മണൻ്റെ സ്വത്തിനെയൊക്കെ കക്കുന്ന കള്ളൻ, സ്തേയം ചെന്താ കളവ് ചെയ്യുന്നവനിലും, അർക്കെ സൂര്യനിലും, സ്ഫുലിംഗെ തീപ്പൊരിയിലും, അക്രൂരെ അതായത് ശാന്ത സ്വഭാവം ക്രൂരനല്ലാത്ത ആളെയും, ക്രൂരനിലും, സമദൃക്ക്
ഒരേ സമഭാവന പണ്ഡിതമത, അങ്ങനത്തെ ഒരു സമഭാവനയാണ് ഈ പണ്ഡിതന് ഉണ്ടാവുക എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് 13 അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബുദ്ധിമാനായിട്ടുള്ള ഹേ ഉദ്ധവ, ജ്ഞാനത്തിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഇപ്രകാരം എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിനെയും അഖണ്ഡബോധരൂപനായിട്ട് ഞാനായി കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും പൂജിച്ചുകൊണ്ട് കഴിയണം എന്നാണ് പറഞ്ഞത്. അതായത് ജ്ഞാനമാണ് ലക്ഷ്യം എന്ന് സംശയമില്ല. നമുക്ക് ആ ജ്ഞാനം ഉദിക്കാതെ നമുക്ക് ഈ ജന്മമരണ ചക്രത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. എന്താ ജ്ഞാനം? തന്നെ ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതാണ് ഈ അന്വയ വ്യതിരേക യുക്തിയാണ് എല്ലാറ്റിലും പറയണം. നമ്മൾ ആദ്യം ജന്മാദ്യസ്യയിലും അതാണ് പറയണത്, ചതുശ്ലോകി ഭാഗവതത്തിലും അതാണ് പറയണത്. അങ്ങനെ പല 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 ദിക്കിലും പറയണു ഈ അഖണ്ഡബോധരൂപം മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിൽ ജഗത്തില്ല, അതുണ്ടെങ്കിൽ ജഗത്തുണ്ട്. അല്ലേ? നമ്മളുടെ ആ ബോധം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ ജഗത്തുള്ളൂ, അല്ലെങ്കിൽ ശരീരമുള്ളൂ. ഇതിന്ന് ആ ചൈതന്യം പോയ ശരീരം തന്നെ ഇല്ല. പിന്നെ നമ്മളറിയണില്ല ഒന്നും, ജഡാണ്. അതേപോലെ ജഗത്തും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകമുള്ളൂ, ബോധമില്ലെങ്കിൽ ലോകമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. അപ്പോൾ എല്ലാറ്റിലും ജഗത്തായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് പറയണത് ജഗത്തായി കാണുന്നത് ഈ ബോധമാണെന്ന്. അതന്നെ സ്വർണത്തിൻ്റെയും വളരെ നമുക്ക് കൺവിൻസിങ്ങാണ്. സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളിലത്തെ സ്വർണം മാറ്റി എന്താ ഉണ്ടാവുക? ആഭരണം ഉണ്ടാവില്ലേ. സ്വർണം കൊണ്ടാണ് എല്ലാ ആഭരണങ്ങളും. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. എന്താ അർത്ഥം? സ്വർണം ഉണ്ടെങ്കിൽ ആഭരണം ഉണ്ടാകും, അതിലത്തെ സ്വർണം മാറ്റിയാൽ ആഭരണമില്ല. അതേപോലെ തന്നെ ബോധമുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ബോധം മാറ്റിയാൽ ജഗത്തില്ല. അതുകൊണ്ടാണ് പറയണത് എന്ത്, ഈ യുക്തി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ എത്ര ആഭരണങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൽ സ്വർണ്ണേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഈ ലോകത്തിൽ കണ്ടാലും അപ്പം നമുക്ക് സമഭാവന ഉണ്ടാവും. ഇതാണ് ജ്ഞാനം എന്നാണ് പറയണത് ഭഗവാൻ. ഇതന്നെ ജ്ഞാനം എന്ന്. ഇനി അതെ 13-14 അർത്ഥം അതാണ്. അതായത് എല്ലാം നമുക്ക് വേറെ ഇതാണ് ഏറ്റവും നമ്മൾ 14 എന്താ ബ്രാഹ്മണെ, അതും കൂടി പറയട്ടെ. ഇനി എന്നിട്ട് പറയുകയാണ് എന്താ, ബ്രാഹ്മണനിലും ഏറ്റവും ഉത്കൃഷ്ടൻ നമ്മൾ വിചാരിക്കണമെന്നർത്ഥം. ചണ്ടാലനിലും കള്ളനിലും ബ്രഹ്മാവിലും സൂര്യനിലും ഒരു തീപ്പൊരിയിലും സ്ഫുലിംഗം പറഞ്ഞുല്ലോ, ക്രൂരനായിട്ടുള്ള ഒരാളിലും ക്രൂരതയില്ലാത്ത ശാന്തനായിട്ടൊരാളിലും ഒരു ഭേദഭാവനയില്ലാതെ ആരാണോ ഈ ബോധത്തിനെ കാണുന്നത് അവനാണ് പണ്ഡിതൻ. അതായത് ശരിക്ക് പണ്ഡിതൻ എന്നുള്ള വാക്ക് ഇതുപോലെ സമഭാവന ഉള്ള ഒരാളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പണ്ഡിതൻ വെച്ചാൽ എല്ലാറ്റിനും ഒരുപോലെ കാണുന്ന ആളാണ്. ഈ സമഭാവന ആർക്കുണ്ടോ അയാളുടെ മനസ്സിൽ നിന്ന് നമ്മൾ പറയുന്ന ഈ ഷഡ്വൈരികൾ മുഴുവൻ നശിക്കും, ഇല്ലാതെയും. അല്ലേ? എല്ലാം വിട്ടുപോകുന്നു. അതാണതിൽ പറയണത്. ഈ 2 ശ്ലോകമാണ് ശരിക്കും പറയാച്ചാൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഈ 2 ശ്ലോകം കൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഇവിടെ ബ്രഹ്മം അല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി തരണത്. ഈ 2 ശ്ലോകമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനവധി പ്രാവശ്യം ഇതന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ വളരെ നന്നായി പറഞ്ഞിരിക്കണം. ഞാൻ അടുത്ത ആവശ്യം അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ബോധമുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ബോധമില്ലെങ്കിൽ ജഗത്തില്ല. ഏതുപോലെ ആഭരണങ്ങളുണ്ട്, സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, അതിൽ നിന്ന് സ്വർണ്ണം എടുത്ത് മാറ്റി സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ഒരു കള്ളൻ സ്വർണ്ണമില്ലെങ്കിൽ കള്ളൻ നോട്ടല്ല, സ്വർണം മാത്രമേ കാണുന്നതന്നെ ഉള്ളൂ. നമ്മളതുപോലെ പാടുള്ളൂ, ആ ബോധത്തിനെ കാണാവൂ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.